തന്നിട്ടുണ്ട്. അതിന് അഡ്ജസ്റ്റന്റ് സൈഡ് 15 8 ഞാൻ വരച്ചു. ദെൻ അതിന്റെ ഡയഗണൽ ലെങ്ത് 17 സോ ഡയഗണൽ ഈ ഡയഗണൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഡയഗണൽ എടുത്താലും ഡയഗണൽ എടുത്താലും ഇതെന്ത് വരും, ഇത് 8 ഇത് 15. ഓക്കെ, റെക്ടാങ്കിൾ എടുത്ത് ഒരു ചെറിയ തട്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് പാരലോഗ്രാം ഉണ്ടാകുന്നത്. റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താ, എതിർവശങ്ങൾ തുല്യമാണ്. സോ അത് ഇവിടെ ഉണ്ട്, പക്ഷേ തട്ട് വെച്ച് കൊടുക്കുന്ന ആംഗിൾ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ എന്താ ഏരിയ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് ഏരിയ കണ്ടു ബി എച്ച് ആണ്. ബി എച്ച് എങ്ങനെ വരുന്നത്, രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, ഒരു ട്രയാങ്കിളിന്റെ ഹാഫ് ബി എച്ച്, അടുത്ത ട്രയാങ്കിളിന്റെ ഹാഫ് ബി എച്ച്, അങ്ങനെയാണ് നമുക്ക് ബി എച്ചും ഹാഫ് ബി എച്ചും കൂടെ കൂട്ടുമ്പോൾ ബി എച്ച്. സോ ആ കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ബി എച്ച് എടുക്കുക, ഹാഫ് ബി എച്ച് എടുക്കുക, രണ്ടാമത്തെ ഹാഫ് ബി എച്ച് എടുക്കുക, ആഡ് ചെയ്യാം. പക്ഷേ നമുക്ക് ബി എച്ച് ഹാഫ് ബി എച്ച് വെച്ചിട്ടുള്ള കൺസെപ്റ്റിൽ ഇവിടെ നമുക്ക് വശങ്ങളാണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്ത് റോസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഒരെണ്ണത്തിൽ ഏരിയ കണ്ടുപിടിക്കുക, ഇൻറ്റു 2 ചെയ്യുക. സോ റോസ് ഫോർമുല പക്ഷേ ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് ചെറിയ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ, ഓക്കെ, 15 8 എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം ഒരു ട്രയാങ്കിളിൽ അപ്ലൈ ആവുന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അത് തിരിച്ചും പറയാം. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടാൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം ഒരു ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. സോ അതിന്റെ ഫലമായിട്ട് ഇവർ തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റിൽ പറയുന്നത് നമ്മൾ വരച്ച് വരുമ്പോൾ ഇതിങ്ങനെ വരയ്ക്കണമെങ്കിൽ ഇതിനെ ഒരു പാരലോഗ്രാം ഇവർ പറയുന്നുണ്ടല്ലോ, ഇത് നമ്മൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ 90 ഡിഗ്രിയിലേ വന്ന് നിൽക്കത്തുള്ളൂ. കാരണം എങ്കിലേ നമുക്ക് ഈ 17 ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതൊരു സ്ക്വയർ ആണ്. ഏരിയയാണ് നമ്മൾ ചോദിക്കുന്നത്, നീളം കൂടാൻ വീതി. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 120 വരും. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം ഇത്രേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ഇതിനകത്ത് ചെയ്യുകയാണെങ്കിൽ റോസ് ഫോർമുല ആദ്യത്തെ ട്രയാങ്കിൾ ഉപയോഗിക്കുക, ഇൻറ്റു 2 ചെയ്യാൻ പ്രോപ്പർ മെത്തേഡ്. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ആവുന്നുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ആവുന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി വരും. 90 ഡിഗ്രി ഉണ്ടെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കിൾ അത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റന്റ് സൈഡുകൾ അടുത്തടുത്തുള്ള രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്, ഒന്ന് 13 ഒന്ന് 11. ലെങ്ത് ഓഫ് ഇസ് ഡയഗണൽ ഏതെങ്കിലും ഡയഗണൽ വരയ്ക്കാം. ഡയഗണൽ എത്ര 16 ആണ്. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ ചോദിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ അതർ ഡയഗണൽ, മറ്റേ ഡയഗണലിന്റെ നീളമാണ് ചോദിക്കുന്നത്. പാരലോഗ്രാമിന് രണ്ട് ഡയഗണൽസ് ഉണ്ട്, രണ്ട് ഈക്വൽ അല്ല. അതുകൊണ്ട് നമ്മൾ D1 എന്നും നമ്മൾ D2 എന്ന് വിളിക്കുന്നു. ഇത് എ സൈഡ്, ഇത് ബി സൈഡ്. ഈ ഒരു വേരിയബിൾസുകളെ കണക്ട് ചെയ്യുന്ന ഫോർമുല ഉണ്ട്, അതാണ് D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണെന്ന് വിചാരിക്കരുത്. 2 കൂടെ മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പം D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇൻറ്റു 2. സോ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം, ഇസ് ഈക്വൽ ടു 18 എന്ന് വരും. അപ്പം അക്കോർഡിംഗ് ടു 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാരലോഗ്രാം ഉണ്ട്, അതിന്റെ സൈഡുകൾ ഞാൻ പറഞ്ഞപ്പോൾ എയും ബിയും എടുത്താൽ എയും ബി നമ്മൾ റേഷ്യോ വന്നിട്ടുണ്ട് 5:4 ആണെന്നും അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ എന്താ, BH. സോ BH ചെയ്യുമ്പോഴത്തേക്കും 1000 വരുന്നുണ്ട്. സോ നമ്മൾ അതിന്റെ ആ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് 2 ആൾട്ടിറ്റ്യൂഡ് വരും. അപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബേസ് ആണോ എടുക്കുന്നത് ആ ബേസിൽ നിന്നും, അതായത് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ആ ബേസിലോട്ട് വരുന്ന ഹൈറ്റ് നമുക്ക് ഏതെണ്ണം വേണമെങ്കിലും ബേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അതിലിപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആൾട്ടിറ്റ്യൂഡ് ഉണ്ട് ഗ്രേറ്റർ സൈഡ്, അതായത് വലിയൊരു സൈഡ് ഉണ്ട്. ആ വലിയ സൈഡ് ഉണ്ടാക്കുന്ന ആൾട്ടിറ്റ്യൂഡ്, അതായത് വലിയ സൈഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ചെറിയ സൈഡ്. സോ ഈ വലിയ സൈഡ് ഉണ്ടാക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഈ H ആണ് തന്നിട്ടുള്ളത്. സോ ഈ ബേസ് ഇതിനെ നമ്മൾ ബേസ് ആയിട്ട് ഇത് ഹൈറ്റ്. സോ ഇത് 20 തന്നിട്ടുണ്ട്. സോ ഞാൻ ഇത് നമ്മൾ 5x എന്ന് എടുത്താൽ ഇത് 4x ആണ്. സോ ഇത് ഞാൻ എന്തെടുന്നു 5x ഇൻറ്റു 20 തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ആണ് 1000. സോ അവിടെ നമുക്ക് x എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് മറ്റേ ഇതിനെ ഈ 4x നമ്മൾ ബ്രെഡായിട്ട് എടുത്താൽ അവിടെ നിന്ന് വരുന്ന ഹൈറ്റ് എന്താണ്, ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതാണ് നമ്മൾ ചോദിക്കുന്നത്. സോ അതിന് വേണ്ടി ആ അടുത്ത് 4x അവിടുത്തെ ഹൈറ്റ് എത്ര അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെച്ചിട്ടു. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, ഏരിയയ്ക്ക് ഒരിക്കലും മാറ്റമില്ല. അതിന് ഏതെടുത്താലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെടുക്കുകയാണെങ്കിൽ ഇത് കറസ്പോണ്ടിങ് ഹൈറ്റ്, ഇതെടുത്താൽ ഇത് കറസ്പോണ്ടിങ് ഹൈറ്റ്. സോ H2 എന്ന് പറയുന്നത് എന്ത് വരും, 4 × 10 ഈക്വൽ ടു 25 എന്ന് വരും. ഓക്കെ, അതിനകത്താണെങ്കിൽ ABCD എന്ന് പറയുന്ന റെക്ടാങ്കിൾ ഉണ്ട്. അതിനകത്ത് ആ ഒരു ട്രയാങ്കിൾ നോക്കും. ആ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് ആ ഒരു റെക്ടാങ്കിളിനുള്ളിലാണ്, അതായത് ആ ട്രയാങ്കിളിന്റെ ബേസും അതേ തന്നെ റെക്ടാങ്കിൾ ഒരു വശവും തുല്യമാണ്. ഓക്കെ, പറയാൻ നോക്കുക. ഇഫ് എ ട്രയാങ്കിൾ ആൻഡ് എ റെക്ടാങ്കിൾ ഷെയർ ദ സെയിം ബേസ് ആൻഡ് ലൈ ബിറ്റ്വീൻ ദ സെയിം പാരലൽ ലൈൻസ്, അതായത് രണ്ടുപേർക്കും ഒരു ട്രയാങ്കിളും റെക്ടാങ്കിളും ഒരു സെയിം ബേസ് ഷെയർ ചെയ്യാൻ വേണം. കൂടാതെ ആ പാരലൽ ലൈൻസിനകത്താണ് ആര് വന്നിരിക്കുന്നത്, ട്രയാങ്കിൾ വന്നിരിക്കുന്നത്. ദെൻ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ദ ഏരിയ C. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ ഇവിടെ ABCD. സോ ട്രയാങ്കിൾ DFC. സോ ഇവിടെ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ് നോക്കുക. അവിടെ നമുക്ക് H 8 ഉണ്ട്, ഹാഫ് BH ഉപയോഗിക്കാം. ഹാഫ് ഇൻറ്റു 40 ഇൻറ്റു 60. സോ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി എന്താണ്, ഒരു ട്രയാങ്കിൾ ഒരു റെക്ടാങ്കിൾ ഉള്ളിൽ ഇരിക്കുകയാണ്, രണ്ടുപേർക്കും ഒരേ ബേസും ഷെയർ ചെയ്യണം. ആ ട്രയാങ്കിൾ ആ രണ്ട് പാരലൽ ലൈൻസിന് ഇടയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. റെക്ടാങ്കിൾ ഏരിയയുടെ പകുതി ഏരിയയും ആ ട്രയാങ്കിൾ ആണ് കവർ ചെയ്ത് നിൽക്കുക. ഓക്കെ, ഒരു സ്ക്വയറിന് തട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് റോംബസ്. അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, അതായിരിക്കും അതിന്റെ പ്രത്യേകത. എന്നുവെച്ചാൽ പാരലോഗ്രാം തന്നെയാണ് ഇത് എല്ലാ വശവും തുല്യം. നമ്മൾ പറയുമല്ലോ സ്ക്വയറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ റെക്ടാങ്കിളിന്റെ എല്ലാ വശവും തുല്യമായതാണ് സ്ക്വയർ, അതുപോലെ പാരലോഗ്രാമിന്റെ എല്ലാ വശവും തുല്യമായതാണ് റോംബസ്. അപ്പോൾ റോംബസിന്റെ ഒരു ബേസും ഹൈറ്റും നമുക്ക് തന്നിട്ടുണ്ട്. സോ ബേസും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ BH ഉപയോഗിക്കാം. ഈ BH ചെയ്യുന്നത് എന്താണ്, BH ചെയ്യുമ്പോൾ നമുക്ക് 6.5 × 10 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 65 വരും. നമ്മൾ ചോദിക്കുന്ന ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, അടുത്ത ഡയഗണൽ എന്താണ്, ഏരിയയ്ക്ക് 2 ഇക്വേഷൻ ഉണ്ട്, BH യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഹാഫ് D1 D2 ഉപയോഗിക്കും. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം 2 ഡയഗണൽ വെച്ചിട്ടുള്ള. സോ ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ഒരു ഡയഗണൽ 26 തന്നിട്ടുണ്ട്, അടുത്ത ഡയഗണൽ നമുക്ക് അറിയത്തില്ല. സോ കിട്ടുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 13. സോ ഇത് ഈക്വൽ ആയിരിക്കും, ഏരിയ തന്നെയല്ലേ. സോ 65 വിച്ച് ഇസ് ഈക്വൽ ടു 13 ഇൻറ്റു D2. സോ D2 എത്ര വരും, 53 ആണ് 65. സോ D2 5 എന്ന് വരും. ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ D എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഇയിലോട്ട് നമ്മൾ വരച്ചു. അപ്പോൾ ട്രയാങ്കിൾ ഉണ്ടായ ട്രയാങ്കിളിന്റെ ഏരിയ 84 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയ പോർഷൻ ഉണ്ടല്ലോ EB, അത് 17 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതൊരു സ്ക്വയർ അല്ലേ, ഒരു വർഷം X ആയ അടുത്ത വർഷം X എല്ലാ X ആയിരിക്കുമല്ലോ. സോ ഞാനിപ്പോൾ ഇതിന്റെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താ, ഹാഫ് BH. സോ ഹാഫ് ഇൻറ്റു X ഇൻറ്റു ഇതിന്റെ അടുത്ത് മൊത്തത്തിൽ X 17 പോയത്. സോ X - 17 വിച്ച് ഇസ് ഈക്വൽ ടു 84.
സോ ഇതിൽ നിന്ന് ഞാൻ എക്സ് സോൾവ് ചെയ്തെടുക്കാം. എക്സ് സോൾവ് ആദ്യം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രണ്ട് സൈഡ് നോക്കിയിട്ട് സ്മോൾ വണ്ണിന് മൈനസ് ബിഗർ വണ്ണിന് പ്ലസ് കൊടുക്കുക. രണ്ട് സൊല്യൂഷൻ ആണല്ലോ, ഒരു സ്ക്വയർ അല്ലേ. സോ രണ്ട് സൊല്യൂഷൻ ആണ്, സ്മോൾ വണ്ണിന് മൈനസ് കൊടുക്കുക, ബിഗർ വണ്ണിന് പ്ലസ് കൊടുക്കുക. സോ അതിന്റെ ഫലമായിട്ട് ഈ നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്ന സംഖ്യകളുടെ ഡിഫറൻസ് എടുക്കണം. സോ 24 7 വന്നു, ഡിഫറൻസ് 17 വരുന്നതുകൊണ്ട് തന്നെ ഇതായിരിക്കും ഉത്തരം. അതിൽ സ്മോൾ വണ്ണിന് മൈനസ് കൊടുക്കുക, ബിഗർ വണ്ണിന് പ്ലസ് കൊടുക്കുക. പിന്നെ ഇതൊരു നീളമായതുകൊണ്ട് ഇത് 24 ആയിരിക്കും ഒരു ഉത്തരം. എക്സ് ഈക്വൽ ടു 24 എന്ന് വരും. സോ ഇതൊരു എളുപ്പ പരിപാടിയല്ല. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നതിന്റെ സ്ക്വയർ എടുത്തിട്ടായിരിക്കും ആ കിടക്കുന്ന ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ എ കിടക്കുന്നത് 400 ആണ്. സോ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എക്സിന്റെ വാല്യൂ അവിടെ 20 എന്ന് വരുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എക്സിന്റെ വാല്യൂ നോക്കുമ്പോൾ 625 25. മൂന്നാമത്തെ എക്സിന്റെ വാല്യൂ വരുന്നത് 27 ആണ്, കാരണം 27 സ്ക്വയർ ആണ്. സോ പിന്നെ 24 വരും. സോ അപ്പോൾ ഇതാണ് എക്സിന് വരുന്നത്. ഏതോ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുക്കുക, അതിന് 17 കുറച്ച് മൾട്ടിപ്ലൈ 168 വരുന്നു. 24 മാത്രം 24 ഇൻറ്റു 24 മൈനസ് 17 7 വരും. സോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ 168 വരുന്നുള്ളൂ. സോ അതുകൊണ്ട് 24 ഉത്തരം വരും. രണ്ട് കോൺസെൻട്രിക് ഹെക്സഗൺസ് ഉണ്ട്, രണ്ടിനെയും കോൺസെൻട്രിക്, അതായത് ഒരു സെന്റർ വരുന്ന രണ്ട് ഹെക്സഗൺസ്. ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഇന്റർണൽ ഹെക്സഗൺ, അതായത് അകത്ത് കിടക്കുന്ന ഹെക്സഗണിന്റെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്, രണ്ട് പാരലൽ ലൈൻസ്, ഇവിടുത്തെ പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2√3 ആണ്. അപ്പോൾ ഈ ഏരിയ ബിറ്റ്വീൻ ഈ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ കുറച്ചുള്ള ഒരു ഹെക്സഗൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉള്ളത്. സോ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ h എന്ന് പറയുന്നത് √3a/2 ആണ്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ത് വരും, a സ്ക്വയർ a ഇൻറ്റു √3a/2 which is equal to √3a²/4. നമ്മളിങ്ങനെ പഠിക്കത്ര ഡെറിവേഷൻ ഇല്ലാതെ √3a/2 ഹൈറ്റും √3a²/4 ഏരിയ. സോ √3a², ഞാനിവിടെ ബിഗ് എന്ന് എഴുതാം, ബിഗിൻ്റെ a²/4. ഇവിടെ സ്മോളിൻ്റെ എഴുതിയാൽ 6 ഇൻറ്റു √3. സ്മോളിൻ്റെ a നമുക്ക് തന്നിട്ടുണ്ട് 8 ആണെന്ന്, 8/2/4. ഓക്കെ, അപ്പം സ്മോളിൻ്റെ നമുക്ക് കിട്ടി. ഇനി ബിഗിൻ്റെ എ നമുക്ക് വേണം. ബിഗിൻ്റെ എ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. ബിഗിൻ്റെ എ കണ്ടുപിടിക്കണമെങ്കിൽ സ്മോളിൻ്റെ എച്ച് കണ്ടുപിടിക്കുക. സ്മോളിൻ്റെ എച്ചിൽ നിന്നും ഈ 2√3 ആഡ് ചെയ്താൽ സ്മോളിൻ്റെ എച്ച് ഇത് വരും. സ്മോളിൻ്റെ എച്ചിലൂടെ 2√3 ആഡ് ചെയ്താൽ ബിഗർ വണ്ണിൻ്റെ എച്ച് വരും. ബിഗർ വണ്ണിൻ്റെ എച്ച് കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാം. നമുക്ക് എ ആണ് എ, അതായത് ബിഗർ വണ്ണിൻ്റെ എ ആണ് നമുക്ക് വേണ്ടത്. ബിഗർ വണ്ണിൻ്റെ എയിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി വരാൻ പറ്റത്തില്ല. നമുക്ക് ഉള്ള ഡേറ്റ വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ സ്മോളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. സ്മോളിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ √3a/2 ഇൻറ്റു എയുടെ സ്മോൾ അത്ര 8/2. സോ അതിൻ്റെ ഫലമായിട്ട് സ്മോളിൻ്റെ സ്മോളിൻ്റെ ഹൈറ്റ് എന്ത് വരും, = 4√3 എന്ന് വരും. ഓക്കെ, ആഡ് ചെയ്യുക. 4√3 + 2√3 6√3. ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് എന്താണെന്ന് അറിയാം. √3a/2 which is equal to 6√3. അവിടെ നിന്ന് ബിഗിൻ്റെ എ എന്ന് പറയുന്ന ഒരു സൈഡ് എന്ത് കിട്ടും, which is equal to 12 എന്ന് വരും. സോ അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. 120√3 എന്ന് വരും. 4 3 7 2 വരുന്ന ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട്. സോ ട്രപ്പീസിൻ്റെ പ്രത്യേകത ഒന്നുമില്ല, രണ്ട് പാരലൽ സൈഡ്സ് ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ട്രപ്പീസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സോ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് അതിന് ഇതിൻ്റെ യഥാർത്ഥ മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇത് നമുക്ക് 4, അപ്പം ഇവിടുന്ന് ഒരു 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറി 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറി ഒരു പോയിന്റ് വരും. സോ ആ പോയിന്റിൽ നിന്നും ഈ ലൈനിന് പാരലായിട്ട് 2 സെൻറ്റിമീറ്ററിൽ ബിയിലോട്ട് വരയ്ക്കുന്നു. ഓക്കെ, 4 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഒരു പോയിന്റ് വരും. സോ ആ പോയിന്റിൽ നിന്ന് 2ന് പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു. സോ ഇതും 2 ആണ്. സോ ഇപ്പോൾ ഒരു പാരലോഗ്രാം വന്നില്ലേ. സോ ആ പാരലോഗ്രാം നടക്കണം, നമുക്ക് വേണ്ടി ട്രയാങ്കിളാണ്. സോ ഞാൻ ആദ്യം ട്രയാങ്കിളിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതുന്നു. സോ ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ഈ ഭാഗം മൊത്തത്തിൽ 7 ആണ്. 4 പോയി കഴിഞ്ഞാൽ ഇവിടെ 3 വരും. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. പിന്നെ ഇതേ നീളം തന്നെയാണ് 2. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. എന്നിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. കാരണം ഈ ട്രയാങ്കിളിൽ നിന്ന് വേണം നമുക്ക് എന്ത് കിട്ടാനായിട്ട്, നമുക്ക് സം ഓഫ് പാരലൽ ട്രപ്പീസിന്റെ ഇക്വേഷൻ എന്താ, ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. സം ഓഫ് പാരലൽ സൈഡ്സ് 4 7 നമുക്കുണ്ട്, പക്ഷേ നമുക്ക് ഹൈറ്റ് ഇല്ല. സോ ഹൈറ്റിന് വേണ്ടി നമ്മൾ ട്രയാങ്കിളിൽ ഹൈറ്റ് കണ്ടുപിടിക്കാം. സോ അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഹൈറ്റ് എത്താൻ പറ്റും. സോ √2. സോ ഇതിനോട് ചെയ്യുമ്പോൾ നമുക്ക് 2√2 കിട്ടും. സോ ഏരിയ നമുക്ക് ഓൾറെഡി അറിയാലോ, ഹാഫ് ബീച്ച് തന്നെ ഏരിയ which is equal to 2√2. സോ ഇവിടെ നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. ഹാഫ് 2 അങ്ങോട്ട് പോയി 2√2. ഈ ബി എന്താ, ഇതിന്റെ ബ്രെഡ്ത്ത്, സോ അത് 3 ആണ്. is equal to 4√2/3 എന്ന് വരും. സോ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്താ, ഏരിയ ഓഫ് ട്രപ്പീസിയം ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് 4 7 11 ഇൻറ്റു 4√2/3. സോ 22√2/3. സോ ദിസ് ഇസ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇത് നമ്മൾ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഒറ്റ വഴിക്കൊരു ഇക്വേഷൻ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ട്രയാങ്കിളിലാണ് എടുത്തത്. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ, ഞാനിപ്പോൾ ഈ ട്രപ്പീസ് ഇതിനെ മൊത്തത്തിൽ ഒരു ഈ ട്രപ്പീസിന് എ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഈ വലിയ വശം ബി തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ഡി എന്ന് എടുക്കും, സി എന്ന് എടുക്കും. സോ എ ബി ഡി സി നമുക്കറിയാം. നമുക്ക് ഈ ട്രപ്പീസ് ഇതിന് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞു, വശങ്ങളെല്ലാം തന്നിട്ടുണ്ട്, നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ വശങ്ങളെല്ലാം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല ഒന്നുമില്ല. നമുക്ക് ആകെ അറിയുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് ഇതിന് ഒരു പാരലോഗ്രാം ആക്കി ഒരു പാരലോഗ്രാം നോക്കി ട്രയാങ്കിൾ ഹൈറ്റ് കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്തു. സോ ഇവിടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർമുല എന്താ, ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 2 ഇങ്ങോട്ട് പോയി ഡിവൈഡ് ബൈ ആ ട്രയാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്. 2 ഇങ്ങോട്ട് വന്നു ബൈ ഈ ട്രയാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്തായിരുന്നു, ആ മൊത്തത്തിലുള്ളതിൽ നിന്നും ഈ മേലത്ത് കുറച്ച് വന്നല്ലേ, അതായത് ബിയിൽ നിന്നും എ പോയതല്ലേ. സോ ഞാൻ -a -b എഴുതുന്നു. എന്തുവരും നമ്മൾ -a -b -b പോസിറ്റീവ് എടുക്കണമെന്നേ ഉള്ളൂ. എന്തുകൊണ്ടല്ലോ, സോ 2 ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ 3 എന്തുവരുന്നു, 3 എന്ന് പറയുന്നത് b - a തമ്മിലുള്ള ഡിഫറൻസ്. 2√2 എങ്ങനെ വന്നു, ഏരിയ. സോ അതെങ്ങനെ എഴുതും, √ഓഫ് ഈ 4 എങ്ങനെ വന്നത്, സെമി പെരിമീറ്റർ. അതെങ്ങനെ കണ്ടുപിടിച്ചത്, അവിടെ നമ്മൾ എസ് എങ്ങനെ കണ്ടുപിടിക്കാം. എസ് എന്ന് പറയുന്നത് ഈ 3 എങ്ങനെ വന്നത്, 7 നിന്ന് 4 പോയത്, അതായത് a - b അതാണ് ഈ 3 എങ്ങനെ വന്നത്, ഈ സൈഡ്. സോ അതെന്താ ഇവിടെ ഡി. ഈ 2 എന്താ ഇവിടെ എന്താണോ അത് തന്നെ. അപ്പോൾ എന്താ സി ഡിവൈഡ് ബൈ 2. ഇതാണ് സെമി പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. സോ എസ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാം, എസ്സിൽ നിന്നും ഓരോന്നോരോന്ന് എസ് ഇൻറ്റു എസ് മൈനസ് എ ചെയ്യാം. അത് എസ് കിട്ടി. എസിന് ഇത് കുറയ്ക്കാം അല്ലേ. എസ്സിൽ നിന്നും എസ് മൈനസ് എ മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് ഡി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ,
ഹൈറ്റ് കിട്ടും. ഹൈറ്റിൻ്റെ ഇക്വേഷൻ. ഇനി ഏരിയ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചേ? ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു ഈ കിട്ടിയ ഹൈറ്റ്. സോ ഏരിയ ഓഫ് ട്രപ്പീസിയം വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ് എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ ഇവിടെ? 2/a - b ഇൻറ്റു ഈ ഫുൾ അതുപോലെ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് ഇവിടെ -b ഇൻറ്റു എസ് മൈനസ് ബി എസ് മൈനസ് സി. ഈ 2 വെട്ടിക്കളയാം. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു a+b/a - b ഇൻറ്റു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് a - b എസ് മൈനസ് ഡി എസ് മൈനസ് സി. നമ്മളൊന്നും വേണ്ട. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇതിപ്പോൾ ഇങ്ങനെ ഫോമിലായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ആ ട്രയാങ്കിളിന് അതിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ആ ഒരു നമ്മൾ ഡിഫറൻസ് കൊടുക്കുക. ഇവിടെ ആണെങ്കിൽ നമ്മൾ 7 4 പോയാൽ 3 കൊടുക്കും. ബാക്കിയുള്ളതെല്ലാം അതുപോലെ എഴുതുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും. ദെൻ ആ ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? നമ്മൾ തെറോൺസ് ഫോമിൽ ആ ട്രയാങ്കിൾ യൂസ് ചെയ്യുക. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ പാദം ഇൻറ്റു ആ ട്രയാങ്കിൾ ഇത് എഴുതുക. എന്നിട്ട് ട്രയാങ്കിൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ തന്നിരിക്കുന്ന ട്രപ്പീസിയത്തിൻ്റെ മുകളിലത്തെ 2 വശം ഉണ്ടല്ലോ, പാരലൽ വശങ്ങളുടെ സമ്മ് പാരലൽ നമ്മുടെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് കുറച്ച് നമ്മൾ ആദ്യം ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ആ ഏരിയയെ ആ ട്രപ്പീസിയത്തിൻ്റെ മുകളിലത്തെ ആൾക്കാരുള്ള ആ പാരലൽ സൈഡ്സ് ഉള്ള സം ഡിഫറൻസിൻ്റെ ഫ്രാക്ഷൻ കൊണ്ട് തന്നെ ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുക.